ഇത് മാത്രമല്ലല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ളവർ മാത്രമല്ലല്ലോ ജനങ്ങൾ ഇതിൻ്റെ പുറത്തുണ്ടല്ലോ. അത്തരം ആളുകളുടെ പ്രതികരണം എന്താണെന്നുള്ളതും ഞങ്ങൾ ശ്രദ്ധിക്കും. എന്നിട്ട് ഒരവസാന നിഗമനത്തിലെത്തി ഞങ്ങൾ നിലപാടെടുത്ത് മുമ്പോട്ട് പോകും. തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ തീരുമാനം വന്നിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ ഉടനെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ അത് വലിയ പ്രയാസമൊന്നുമില്ല. ഒരു തർക്കവുമില്ല. അല്ല, അതെന്തോ അത് അവരുടെ ഇടയിലുള്ള പ്രശ്നം, അത് അവർ പറയട്ടെ. ഇവിടെ തർക്കത്തിന്റെ വിഷയമൊന്നുമില്ല. അല്ല, ഇപ്പം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അത് ഇത്രയും മുൻകൂട്ടി തീരുമാനിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അവര് മുഖ്യമന്ത്രിയെ തീരുമാനിക്കട്ടെ, അതിനുശേഷം മന്ത്രിമാരൊക്കെ അവർ അനൗൺസ് ചെയ്യട്ടെ. അക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളത് തീരുമാനിക്കാൻ അത് CPM ആണ് തീരുമാനിക്കുന്നത്. തീരുമാനിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നിലപാട് അവര് ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുമ്പിലോ CPM-ന്റെ മുമ്പിലോ പറഞ്ഞിട്ടില്ല. ഇന്നും ബിനോയ് വിശ്വം, അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ സെക്രട്ടറി, ബിനോയ് വിശ്വം CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ ഇന്നും സംസാരിച്ചു. അദ്ദേഹം ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചില്ല. ചില പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത് CPIM-ആണ്. അത് പൂർണ്ണമായും CPM-ന്റെ നിലപാടിനനുസരിച്ചിട്ടാണ് തീരുമാനിക്കുക. അത് അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ അക്കാര്യത്തിലുള്ള ഒരു ആശങ്കയും വേണ്ടതില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഞങ്ങളുടെ മുമ്പിൽ. അല്ല, എങ്ങനെയാണോ കഴിഞ്ഞ കാലത്ത് തുടർന്നത് അതിനനുസരിച്ചുള്ള നിലപാടെടുക്കാനാണ് സാധ്യത. അല്ല, അത് അങ്ങനെ ഒരു ആവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇത് ചർച്ച നടത്തിയിട്ടില്ല. ചർച്ചേൻ്റെ ആവശ്യവുമില്ല. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉയർന്നു വന്നാൽ അപ്പോൾ അതിൻ്റെ നിലപാട് സ്വീകരിക്കുന്ന. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉയർന്നു വന്നിട്ടില്ല. എങ്ങനെ ഒരു നിഗമനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിയിട്ടില്ല. അതുൾപ്പെടെ നമ്മൾ പരിശോധിക്കും. വികാരമുണ്ടായി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇല്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഭരണ നടപടികളോടുള്ള എതിർപ്പല്ലേ. ആ എതിർപ്പ് എവിടെയുള്ളത്? ഇവിടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തി. പിന്നെ അല്ല, ആ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കണം. എങ്ങനെ വന്നു എന്നുള്ളത് ഇനി നമുക്ക് പരിശോധിക്കണം, പരിശോധിച്ച് കണ്ടെത്തണം. ഇപ്പൊ അങ്ങനെ ഒരു നിഗമനത്തിൽ ഞങ്ങൾ എത്തിയിട്ടില്ല. നാളെ എത്തൂല്ലോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴൊരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് അത് വരട്ടെ. അത് പരിശോധിച്ചിട്ട് എന്താണ് കാരണം എന്നുള്ളത് 2-3 ദിവസം കൊണ്ട് തീരുമാനിക്കാൻ കഴിയുന്നതല്ല. കാരണം ഇത് രഹസ്യ വോട്ടാണല്ലോ. ആളുകൾ എങ്ങനെ വോട്ട് ചെയ്തു? ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുകയാണ്. അതെല്ലാം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇത് തന്നെ ഇന്നത്തെ ഈ വോട്ടിംഗ് സമ്പ്രദായം തന്നെ അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഈ വോട്ടിംഗ് സമ്പ്രദായത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അത്തരം വിഷയങ്ങളെല്ലാം ഞങ്ങളും ഞങ്ങളുടെ പരിശോധനയ്ക്കും വിധേയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ശരി. ആ പോസ്റ്ററിനൊന്നും CPM-ന് പങ്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പങ്കില്ല. അത് എവിടുന്നാ വരുന്നതെന്നുള്ളത് ആ പ്രദേശത്തുള്ള ആളുകൾ പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. പാർട്ടിയിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. ഒരു സെക്രട്ടറിയുടെ മാറ്റം വരുത്തലോ നേതൃത്വത്തിൽ മാറ്റം വരുത്തലോ അങ്ങനെ എന്തെങ്കിലും അഴിച്ചുപണിയുടെ പ്രശ്നം ഇപ്പൊ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആലോചന ഇല്ല. അതില്ലാത്ത കാര്യം, ആലോചിക്കാത്ത കാര്യം, ആലോചന ഇല്ലാത്ത കാര്യം
ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ലല്ലോ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. എന്താ തിരിച്ചടി? ആ അല്ല, എന്താണ് കാരണമെന്നുള്ളത് കണ്ടെത്തണ്ടേ? ഇപ്പം ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാണ്, CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. എൻ്റെ നിലപാട് എന്തെങ്കിലും പ്രതികൂലമായി വന്നിട്ടുണ്ടോ? ഉദാഹരണത്തിന് പറയാം, ഞാൻ അങ്ങനെയാണല്ലേ പരിശോധന നടക്കുക. അങ്ങനെ എല്ലാ തലത്തിലും ഞങ്ങൾ നല്ല ഉള്ളു തുറന്ന ചർച്ചയാണ് പാർട്ടിക്കകത്ത് നടത്താൻ പോകുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നടത്താൻ പോകുന്നത്. ആ ചർച്ചയിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടെത്തും, ഞങ്ങൾ തിരുത്തേണ്ടുന്ന പ്രശ്നമാണെങ്കിൽ തിരുത്തുകയും ചെയ്യും. അങ്ങനെ ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നമ്മളെപ്പോലത്തെ നിങ്ങൾക്ക് മനസ്സിലായിനോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കാം, എന്താ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകും, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്ന് CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പ്രതീക്ഷിച്ചിട്ടില്ല. പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് വന്നത്. എന്തുകൊണ്ടങ്ങനെ വന്നു എന്നുള്ളത് ഞങ്ങൾ താഴെ, ഇപ്പം ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ സർക്കാരിൻ്റെ ഇന്ന നടപടികൾ തെറ്റാണെന്ന് പറയണ്ടേ? ആരെങ്കിലും പറയണ്ടേ? അതാരും പറയുന്നില്ലല്ലോ. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നവർ പോലും, ഇപ്പം ഗവൺമെന്റ് പെൻഷൻ കൊടുത്ത നടപടിയാണോ തെറ്റ്? സ്ത്രീകൾക്ക് ആശ്വാസ നടപടികൾ സ്വീകരിച്ചു, അതാണോ തെറ്റ്? ചെറുപ്പക്കാർക്ക് തൊഴിലിന് വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ തീരുമാനിച്ചു. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നൽകി. വൈദ്യുതി കണക്ഷൻ എല്ലാ വീടുകളിലും നൽകുന്ന നിലപാട് സ്വീകരിച്ചു. എല്ലാ വീടുകളിലും വാട്ടർ കണക്ഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള സമീപനം സ്വീകരിക്കുന്നു. ചെറുകിട സംരംഭങ്ങൾ ധാരാളം വരുന്നു നമ്മുടെ നാട്ടിൽ. അതുവഴി ഒരു പുതിയ ജനവിഭാഗം തൊഴിലിൽ പ്രവേശിക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത നിലപാടുകൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും ഒരു തെറ്റ് കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെയും ഇങ്ങനെ ഗവൺമെന്റിന്റെ ഭരണ നടപടിയെക്കുറിച്ച് വ്യത്യസ്തമായൊരു നിലപാട് വന്നിട്ടില്ല. ഇനി ഇതല്ല, ഈ സർവേ റിപ്പോർട്ടുകളെല്ലാം വന്ന സമയത്തും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അഭിപ്രായപ്പെട്ടപ്പോൾ ആദ്യ സ്ഥാനത്താര പിണറായി വിജയനല്ലേ? ഇതല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി? എങ്ങനെയാ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുക? അപ്പോ ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. അതെല്ലാം വെച്ച് പരിശോധിക്കാം. ആ പരിശോധനയിൽ നിങ്ങളുടെ സഹായവും നൽകുക. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അതുൾപ്പെടെ സൂക്ഷ്മമായി വിശകലനം നടത്തി ശരിയായ സമീപനത്തിലേക്ക് എത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്.